JP ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കലാകാരന്മാരുടെ സുവർണകാലവും കലാകാരന്മാർക്ക് വളരെയേറെ മെച്ചം വരുന്ന, പ്രത്യേകിച്ച് കലയും സംഗീതവും ഉയരങ്ങളിലേക്കെത്തുന്ന കലാകാരന്മാർക്ക് ഒരു സുവർണകാലം എന്ന് പറയാവുന്ന ഒരു ചെറിയ സമയത്തെക്കുറിച്ചാണ്. അതിലെ ലക്ഷണം ശുക്രൻ ഉച്ചക്ഷേത്രം പ്രാപിച്ച് 4-ാം ഭാവത്തിൽ, ഉച്ചമോ സ്വക്ഷേത്രമായിട്ട് 4-ാം ഭാവത്തിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ ഉച്ചരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ മീനൻ രാശി വരണം. സ്വക്ഷേത്രം എന്ന് പറയുന്ന ശുക്രന് ഇടവൻ രാശിയും തുലാൻ രാശിയുമാണ്. അപ്പോൾ ഈ രാശി 4-ാം ഭാവത്തിൽ, ഇങ്ങനെയുള്ള രാശിയിൽ ശുക്രൻ നിൽക്കുക എന്നുള്ളതാണ്. അത് 4-ാം ഭാവമായിട്ട് വരണം. 9-ാം ഭാവാധിപൻ 11-ൽ, 11-ാം ഭാവാധിപൻ 4-ൽ. ഇങ്ങനെ ഒരു യോഗം വരുന്നത് 2024 സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 13 വരെയാണ്. ഇതാണ് കലാകാരന്മാരെ സംബന്ധിച്ച് പറയുന്നത്. കാരണം ശുക്രൻ കലകളെ വളരെയേറെ സ്വാധീനിക്കുന്ന, ലളിതകലകളെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുപോലെ തന്നെ 9-ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. 11-ാം ഭാവം എന്ന് പറയുന്നത് അതിന് അവസരം കിട്ടാൻ ലഭിക്കുന്നത് എന്ന 11 ആഗമന സ്ഥാനമാണ്. അപ്പോൾ അതിന് ഒരവസരം കിട്ടാനുള്ള സാധ്യതയും വേണം എന്നുള്ളതാണ്. ഈ യോഗം അനുകൂലമായിട്ട് വരുന്നത് കർക്കിടകൻ രാശിക്കാർക്കാണ്. കർക്കിടകൻ രാശിയുടെ രാശിനാഥൻ ചന്ദ്രനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചന്ദ്രന് ബലമുണ്ടാകുന്ന സമയമാണ് ഇതിന് മെച്ചമായിട്ട് വരുന്നത്. കാരണം ചന്ദ്രനായതുകൊണ്ട്. കർക്കിടകൻ രാശിക്കാരുടെ രാശിയാധിപൻ ചന്ദ്രനാണല്ലോ. ചന്ദ്രൻ എപ്പോഴും ഒരേ നിലയിൽ നിൽക്കുന്ന ഒരു ഗ്രഹമല്ല. അത് വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ഇങ്ങനെ ഉയരങ്ങളിലേക്കും താഴ്ചയിലേക്കും പോകുന്ന സ്ഥിരതയില്ലാത്ത ഒരു ഗ്രഹമാണ്. കാരണം 48 മിനിറ്റ് വെട്ടം കൂടിക്കൂടി പൗർണമിയിലേക്കും വീണ്ടും 48 മിനിറ്റ് ദിവസവും, അത് 2 നാഴിക ഇങ്ങനെ കുറഞ്ഞ് അമാവാസിയിലേക്കും പോകുന്ന ഒരു ഗ്രഹം. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 18 പൗർണമിയാണ്. 18 മുതൽ 24 വരെ വലിയ ബലക്കുറവൊന്നും വരുന്നില്ല. എങ്കിലും കറുത്ത പക്ഷമാണ് പിന്നീട് വരുന്നത്. പിന്നീട് ബലം കുറഞ്ഞ അമാവാസിയും അത് കഴിഞ്ഞ് വരുന്ന ശുക്ലപക്ഷ പഞ്ചമി വരുന്ന ഒക്ടോബർ 8 മുതൽ 13 വരെ ഏതാണ്ട് മെച്ചപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ചന്ദ്രന് ഒരുമാതിരി ബലമുള്ള സമയം എന്നുള്ളതാണ്. ഒക്ടോബർ 8 മുതൽ 13 വരെ എന്ന് പറയുമ്പോൾ 13-നാണ് വിജയദശമി ദിവസം. അപ്പം ഈ യോഗം ഗുണകരമാവാൻ കർക്കിടകൻ രാശിക്കാർക്ക് സെപ്റ്റംബർ 18 മുതൽ 24 വരെയും അത് കഴിഞ്ഞ് ഒക്ടോബർ 8 മുതൽ 13 വരെയുമുള്ള ദിവസങ്ങളാണ് ഏറ്റവും അനുകൂലമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സംഗീതം, നൃത്തം തുടങ്ങിയ ലളിത കലകളെ സ്നേഹിക്കുന്ന കലാകാരന്മാർക്ക് ദേവി അനുഗ്രഹിച്ച് നൽകുന്ന ഒരു സമയം. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കഴിവുകളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നത്, അതിന് ഒരവസരം ലഭിക്കുക എന്നതും മറ്റെന്തിനേക്കാളും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവസരം ലഭിച്ചാൽ അത് വിജയിക്കണമെങ്കിൽ, അഥവാ അത് നല്ലതുപോലെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവതരിപ്പിക്കണമെങ്കിൽ ഭാഗ്യദേവത കൂടി കടാക്ഷിക്കണം. അതിന് ഈശ്വര കടാക്ഷം വേണം. സ്വയം ഞാൻ വലിയവനാണ്, കഴിവുള്ളവനാണ് എന്ന് ഭാവിച്ചതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് നല്ലതാണെന്ന് തോന്നണമെന്നില്ല എന്നുള്ളതാണ് കലാകാരന്മാരെ സംബന്ധിച്ചും കലയെ സംബന്ധിച്ചുമുള്ള ആ കാര്യം. ചിട്ടയായ പരിശീലനവും തികഞ്ഞ ഈശ്വരവിശ്വാസവും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവും ഈ പരിശീലനം കൊണ്ടും ഈശ്വരവിശ്വാസം കൊണ്ടും ഒക്കെ നമുക്ക് ലഭിക്കും. നമ്മുടെ കഴിവ് അത് എത്രമാത്രം ഉണ്ടെന്ന് തെളിയിക്കാൻ ലഭിക്കുന്ന ഒരു അവസരം വേണ്ടതുപോലെ ഗുണകരമായില്ലെങ്കിൽ ആ കലാകാരന് മാനസികമായി ഉണ്ടാകുന്ന വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
അപ്പം പഠിച്ചത് സമയത്ത് ഉപകരിക്കുക എന്നത് ഗുരുത്വവും ഈശ്വരവിശ്വാസവും എളിമയും ഉണ്ടെങ്കിൽ ലഭിക്കും എന്നുള്ളതാണ്. തുടക്കക്കാർക്ക് ആദ്യകാലത്തുണ്ടാകുന്ന ആ മാനസിക സംഘർഷം, ആ സ്റ്റേജിലും അതുപോലെ വലിയ സദസ്സിനും ഒക്കെ മുന്നിൽ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ചില മാനസിക പ്രശ്നങ്ങളും സഭാകമ്പങ്ങളും അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഉദ്ദേശിച്ച വിജയം അവർക്ക് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. അപ്പം ശാന്തമായ മനസ്സായിരിക്കണം. കലയുമായുള്ള ബന്ധവും ഈശ്വരചിന്തയും ഉണ്ടാകുമ്പോൾ മനസ്സ് അതിൽ തന്നെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്താനും പഠിച്ച അറിവും വിദ്യയും പരമാവധി പ്രയോജനപ്പെടുത്തി അവതരിപ്പിക്കാനും അതുവഴി വിജയിക്കാനും സാധിക്കും എന്നുള്ളതാണ്. എന്നാലും സമയത്തിന് അതിൻ്റേതായ വിലയും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. അപ്പോൾ സമയവും കാലവും നമുക്ക് അനുകൂലമാകണം. ഈശ്വരാധീനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു കലാകാരൻ താൻ ആർജിച്ചെടുത്ത കഴിവുകൾ കരുത്തുറ്റതും മികവുറ്റതുമാണെന്ന് ആ വ്യക്തിക്കും സമൂഹത്തിനും ബോധ്യം വരുന്ന നിമിഷം അധ്വാനത്തിൻ്റെ ഫലം അതിരറ്റ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കഴിവ് ജനങ്ങളിലും സമൂഹത്തിൻ്റെ മുന്നിലും അവതരിപ്പിച്ച് വിജയിക്കുക എന്നത് തുടക്കക്കാർക്കൊക്കെ ഒരു വലിയ അനുഭൂതി തന്നെയാണ്. ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കലാകാരന്മാർക്ക് കലാദേവത അനുഗ്രഹിച്ച് അവരെ ഉയരങ്ങളിലെത്തിക്കാൻ സഹായിക്കട്ടെ എന്ന് ഒരു കലാകാരൻ ആകാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ ദേവിയോടും സർവ ഈശ്വരന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.